അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റമദാനിൻ്റെ മൂന്നിലൊന്ന് വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ചെയ്ത കർമ്മങ്ങളെല്ലാം സ്വാലിഹായ സൽക്കർമ്മങ്ങളായി വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അറിവാണ് എല്ലാത്തിനും വെളിച്ചം പകരുന്നത്. അന്ധകാരത്തിൽ നിന്ന് ശരിയായ പാതയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ശരിയായ അറിവുണ്ടാകണം. അസത്യത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും മാറി നിൽക്കണമെങ്കിൽ വിജ്ഞാനമുണ്ടാകണം എന്നത് മർമ്മപ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവുള്ള ആളുകളെക്കുറിച്ച് ഉപമിച്ച ഒരു ഹദീസാണ് ഇന്ന് ഹദീസ് പാഠത്തിൽ നാം പഠിക്കുന്നത്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. വഅൻ അബി ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാല ദുകിറ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ടാളുകളെക്കുറിച്ച് അനുസ്മരിക്കപ്പെട്ടു. അതിൽ ഒന്നാമത്തെയാൾ അഹദുഹുമാ ആബിദുൻ. ഒന്നാമത്തെയാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ഇബാദത്തിന് വേണ്ടി ജീവിക്കുന്ന, ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുന്ന, അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരു ഏറ്റവും നല്ലൊരു ആബിദായ മനുഷ്യൻ, അള്ളാഹുവിനെ ആരാധിക്കുന്ന മനുഷ്യൻ, അതാണ് ഒന്നാമത്തെ വ്യക്തി. വൽ ആഖറു ആലിമുൻ. രണ്ടാമത്തെ വ്യക്തി അറിവുള്ള പണ്ഡിതനുമാണ്. ഇങ്ങനെ ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അനുസ്മരിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളലുൽ ആലിമി അലൽ ആബിദി കഫളലി അലാ അദ്നാകും. എനിക്ക് ഉള്ള ശ്രേഷ്ഠത എന്താണോ, ആരിൽ നിന്ന്? സ്വഹാബത്തിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ വച്ചുകൊണ്ട് പ്രവാചകൻ പറയാണ്, സ്വഹാബത്തിൽ നിങ്ങളിൽ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യനും ഞാനും തമ്മിൽ എത്ര അന്തരമുണ്ടോ, ആ മനുഷ്യനേക്കാൾ എനിക്കെത്ര ശ്രേഷ്ഠതയുണ്ടോ, അതുപോലെയാണ് ഒരു ആബിദിൽ നിന്ന് ആലിമിനുള്ള ശ്രേഷ്ഠതയെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. തീർന്നില്ല. ഇനി ആ ഇൽമിൻ്റെ മഹത്വം, ആ അറിവിൻ്റെ മഹത്വം, ആ അറിവ് നേടുന്നവൻ്റെ മഹത്വവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സുബ്ബ ഖാല, ശേഷം റസൂലുള്ള പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർളി ഹത്ത നംലത ഫീ ജുഹ്രിഹാ ഹത്തൽ ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആലിമീങ്ങൾ, അവർക്കു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ആശീർവാദം നൽകിയിരിക്കുന്നു. മലക്കുകൾ അവർക്കു വേണ്ടി പാപമോചനം തേടുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വചരാചരങ്ങളും അത്തരം മുഅല്ലിമിൻ നാസി ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർ, അതുപോലെ തന്നെ പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ആളുകൾക്ക്, ഇൽമുള്ള ആളുകൾക്ക് അള്ളാഹുവും അവൻ്റെ മലക്കുകളും ആകാശഭൂമിയിലുള്ള സർവ്വവസ്തുക്കളും സർവ്വജീവജാലങ്ങളും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഉറുമ്പുകൾ പോലും ആ മുഅല്ലിമിൻ നാസി ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്, ഉസ്താദിന്, പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ആ മനുഷ്യൻ്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹു അവന് വേണ്ടി ആശീർവാദം നൽകും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ഈ ഹദീസ് ഇൽമിൻ്റെ മഹത്വമാണ് പഠിപ്പിച്ച് നൽകുന്നത്. നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു എന്നതിലപ്പുറം ആ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം, നിസ്കാരത്തിൻ്റെ വാജിബെത്ര, ഷർത്തത്ര, ഇതെല്ലാം കൃത്യമായി അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കാരം ജീവസുറ്റ നിസ്കാരമായി മാറുകയുള്ളൂ. ആബിദാകുമ്പോൾ ആലിമായ ആബിദാകാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അറിവിൻ്റെ മഹത്വം ഈ ഹദീസ് വിളിച്ചു പറയുന്നുണ്ട്. സ്വഹാബികളിൽ സാധാരണ ഒരു മനുഷ്യനേക്കാൾ ശ്രേഷ്ഠതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എത്ര വലുതാണോ അതുപോലെയാണ് ഒരു ആലിമിൻ്റെ മഹത്വമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്.
മാത്രമല്ല ഈ ഇൽമു പഠിച്ച ആളുകൾ, ഈ ഇൽമു എന്നത് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് അവർ സ്വത്തോ ദിർഹമോ ദീനാറോ ഒന്നും അനന്തരമാക്കി വെച്ചിട്ടില്ല. എന്നാൽ അവർക്ക് അനന്തരമായിട്ടുള്ളത് ഇൽമാണ്. ആ അനന്തരമായ സ്വത്താണ് യഥാർത്ഥത്തിൽ ഇൽമ് എന്നുള്ളത്, മതവിദ്യാഭ്യാസം എന്നുള്ളത്. ആ മതവിദ്യാഭ്യാസം നേടുക എന്നത് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അൽ ഇൽമു വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്താണ് യഥാർത്ഥത്തിൽ ഇൽമ്. ആ ഇൽമ് നേടുന്നവർ അമ്പിയാക്കന്മാരുടെ പാതയിലാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അള്ളാഹു നമുക്ക് ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ, ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ എങ്കിൽ ആ മനുഷ്യനെ, അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൽ അവഗാഹമുള്ള ആളാക്കി മാറ്റുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരു മനുഷ്യനിൽ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അള്ളാഹു ഒരു മനുഷ്യനിൽ നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അവഗാഹമുള്ളവനാക്കി അവനെ മാറ്റുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതല്ല, ദീനുള്ള വ്യക്തി, മതബോധമുള്ള വ്യക്തി, ഇൽമുള്ള വ്യക്തി സകല ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ അവന് ആ ദീനുള്ള ഒരവസ്ഥയിലേക്ക് ഇൽമുള്ള ആളായി മാറിയാൽ അവന് സകല രൂപത്തിലുള്ള ചതിക്കുഴിയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുമെന്നും എല്ലാ ഇരുട്ടിലും പ്രകാശം പരത്തുന്ന വെളിച്ചമായി മാറാനും അവന് സാധിക്കുമെന്നാണ്. അൽ ഇൽമു നൂറുൻ, ഇൽമു നൂറാണ്, പ്രകാശമാണ്. ആ പ്രകാശം കൊണ്ട് നമുക്ക് എവിടെയും സഞ്ചരിക്കാൻ പറ്റും. ഇമാം ഷാഫിഈ റഹ്മഹുല്ല അദ്ദേഹത്തിന് കുറച്ച് പഠന വിഷയത്തിൽ കുറച്ചിങ്ങനെ ബാക്കിലോട്ട് വന്നപ്പോൾ, ഓർമ്മശക്തി ഒന്നല്പം കുറഞ്ഞപ്പോൾ നേരെ വക്കീ എന്ന് പറയുന്ന അധ്യാപകൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടിയാണ് അൽ ഇൽമു നൂറുൻ, ഇൽമു നൂറാൻ, പ്രകാശമാണ്. ലാ യുഅ്താലി ആസി, തിന്മ ചെയ്യുന്ന, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് ആ ഇൽമു ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ഇൽമിനെ, നൂറിനെ നമ്മൾ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ നമുക്കെവിടെയും എത്തിപ്പെടാൻ സാധിക്കും, ഏതിരുട്ടിലും തപ്പാതെ തടയാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നത് തന്നെയാണ് ഈ ഇൽമിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്നതോടൊപ്പം, നമുക്ക് എത്ര നിസാരമായ അറിവാണോ ഉള്ളത് അത് നമ്മൾ പകർന്നു കൊടുക്കുന്നതോടൊപ്പം നമുക്ക് ആ ഇൽമു വർദ്ധിപ്പിച്ച് ലഭിക്കുമെന്നാണ്. ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അത് ഒരുപക്ഷെ മറന്നുപോകും. അത് ഡ്രൈവിങ് പോലും അങ്ങനെ തന്നെയാണ്. കുറേ നാൾ വണ്ടി ഓടിച്ചിട്ടില്ല, പെട്ടെന്നൊരു സമയത്ത് സുപ്രഭാതത്തിൽ വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊന്ന് അറയ്ക്കും, ഒന്ന് അതിൻ്റെ ബ്രേക്കും അതിൻ്റെ ക്ലച്ചും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയെന്ന് അതിനുശേഷം മാത്രമേ റോട്ടിലേക്ക് ഇറക്കുകയുള്ളൂ. അത് ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. പ്രാക്ടീസ് ഇല്ലാതെ കുറേ നാൾ ഉപയോഗിക്കാതെ വച്ചിരുന്നു കഴിഞ്ഞാൽ അത് പൊടി പിടിക്കും. എന്നാൽ ഇൽമും അങ്ങനെ തന്നെയാണ്. നമ്മളത് നിരന്തരം പഠിക്കാതെ, മനസ്സിലാക്കാതെ, അത് വായിച്ചു നോക്കാതെ, കേൾക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൽമു നുരുമ്പിക്കും. അതുകൊണ്ട് ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഉത്തമരാര് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളിൽ ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രണ്ടു കൂട്ടരും ഖൈറാൻ. ഉത്തമരിൽ പഠിക്കുന്ന ആളുകളും പഠിപ്പിക്കുന്ന ആളുകളും ഉത്തമരാൻ. പഠിപ്പിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും പ്രാർത്ഥന ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ ആശീർവാദം ലഭിക്കുന്ന ആളുകളായിരിക്കും. മാത്രമല്ല പഠിപ്പിക്കും തോറും നമുക്ക് ആ ഇൽമ് വർദ്ധിക്കുമെന്നാണ് ഇതെല്ലാം നമ്മെ സൂചിപ്പിച്ച് നൽകുന്നത്. മാത്രമല്ല ഉപകാരപ്രദമായ ഇൽമുള്ള ഒരു വ്യക്തി, അത് ഈ ദുനിയാവിൽ ബാക്കി വെച്ച വ്യക്തിയാണെങ്കിൽ അവൻ മരിച്ചാലും അതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവൻ്റെ അക്കൗണ്ടിലേക്ക്, ഖബർ എന്ന അക്കൗണ്ടിലേക്ക് അവൻ്റെ നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ വായിച്ചത് ഇമാം തിർമിദി റഹ്മത്തുള്ളയുടെ ഹദീസാണ്. ആ തിർമിദി റഹ്മത്തുള്ള അന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് നമ്മളിവിടെ വായിക്കുന്നു. അതിൻ്റെ പ്രതിഫലം ഇന്നും അദ്ദേഹത്തിൻ്റെ ഖബറിൽ ചെന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ നമുക്ക് ഈ ദുനിയാവിൽ ഇൽമിൻ്റെ മേഖലയിൽ എഴുത്തുകുത്തുകൾ ബാക്കിയാക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ ഓഡിയോ വിഷ്വലോ അതുപോലെ തന്നെ വീഡിയോ വിഷ്വലോ എന്തെങ്കിലും നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇവിടെ ബാക്കിയാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നാം മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക്
ആ നന്മയുടെ ഒരു ഓഹരി കടന്നു വന്നുകൊണ്ടിരിക്കും. അതാണ് ഇൽമിൻ്റെ പ്രത്യേകത, അതാണ് ആ നന്മയുടെ വലിയ പ്രത്യേകതയെന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം ഉപകാരപ്രദമായ അറിവ് ഉപകാരപ്പെടുന്നതും വിശ്വാസികൾക്ക് മാത്രമായിരിക്കും. അവർക്ക് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ ഇൽമു പഠിക്കുക എന്നത്, അതിലേക്ക് തിരിയുക എന്നത്, അതിന് സമയം കണ്ടെത്തുക എന്നത്, അതിലേക്ക് യാത്ര ചെയ്യുക എന്നത് എല്ലാം പുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി എന്നാണ് ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അത്തരത്തിൽ ദീനുള്ള ആളുകൾ, അവരെ അള്ളാഹു ഉയർത്തും. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹു ദറജകൾ വർദ്ധിപ്പിക്കും, അള്ളാഹു ഉയർത്തും. അവനെ ഉയർത്തും, ഇൽമു കൊണ്ട് അവനെ ഈ ദുനിയാവിലും പാരത്രിക ലോകത്തും ഉയർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രമല്ല, ഈ ഹദീസിന് അനുയോജ്യമായ മറ്റൊരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അടിമകളിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാകുന്നു, ഉലമാക്കളാകുന്നു എന്ന് പറയുമ്പോൾ ഒരടിമയിൽ നിന്ന്, സാധാരണ നിലക്കുള്ള ഒരു ആബിദിൽ നിന്ന് ആലിമിനുള്ള ശ്രേഷ്ഠതയാണ് ഈ ഹദീസിലും ഞാൻ അവസാനം ഓതി വെച്ച ഈ ആയത്തിലും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് ഒരു ഇൽമു പഠിക്കുന്ന പഠിതാവായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാന്മാരായ സ്വഹാബികൾ പറയുമായിരുന്നു, 4 വിഭാഗം ആളുകളിൽ പെടുക, 5-മനാകരുത്. വലാത്തക്കുൻ ഖാമിസൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നീ ആലിമാകണം, അല്ലെങ്കിൽ നീ മുത്തഅല്ലിമായിരിക്കണം, അല്ലെങ്കിൽ നീ മുസ്തമി ആയിരിക്കണം. അതായത് ഒന്നുകിൽ നീ പഠിപ്പിക്കുന്ന വലിയ പണ്ഡിതനായിരിക്കണം, അല്ലെങ്കിൽ നീ പഠിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ നീ കേൾക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ നീ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായി മാറണം. ഇതല്ലാത്ത ഒരു വിഭാഗമായി മാറരുത് എന്ന് മഹാന്മാരായ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ നാം ആലോചിക്കണം, ഈ 4-ൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും നമുക്ക് പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇൽമിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുക, സമയങ്ങൾ മാറ്റിവെക്കുക. ജോലി തിരക്കിനിടയിൽ ഒരു ദിവസം കുറഞ്ഞ സമയമെങ്കിലും ദീന് പഠിക്കാൻ, ഒരായത്ത് പഠിക്കാൻ, അതിൻ്റെ അർത്ഥം വായിച്ചു നോക്കാൻ, ഒരു ഹദീസ് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഇതൊരു തുടർ കഥയായി, തുടർ ജീവിതത്തിലെ ഒരു നിത്യചര്യയായിക്കൊണ്ട് ഈ ഹദീസ് പാഠം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.